Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope you are safe and fine at home. We were dealing with the chapter 3, laws of motion, alle? Motion and laws of motion. Starting with the dua, Rabbi Yasir, wa la tu'assir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. In today's class, we are going to discuss about inertia. Inertia എന്താണെന്ന് ഓർമ്മയുണ്ടോ? In the last class I have told you about inertia. Inertia എന്ന് പറഞ്ഞാൽ it is the inability of a body to continue in its state of rest or of uniform motion along a straight line by itself. എന്ന് പറഞ്ഞാൽ ഒരു ബോഡി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ അതിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അത് സ്റ്റേറ്റ് ഓഫ് മോഷനിലാണെങ്കിൽ അത് ആ മോഷനിൽ തന്നെ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ആ ഒരു ടെൻഡൻസിയെ അത് ഇൻകേപ്പബിളാണ്, ഇന്നബിലിറ്റിയാണ് അതിൻ്റെ. അത് അങ്ങനെ സംഭവിക്കത്തില്ല. ആ ഒരു ഇന്നബിലിറ്റിയാണ് ആ ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇനേർഷ്യ, വാട്ട് ഈസ് ഇനേർഷ്യ? ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion along a straight line by itself. ഓക്കെ, അപ്പം ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ പിടികിട്ടി. ഒന്ന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും ഉണ്ട്, ഒന്ന് യൂണിഫോം മോഷനും ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇനേർഷ്യ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷനും. ഓക്കെ, അപ്പോൾ ഇനേർഷ്യ ആർ ഓഫ് ടു ടൈപ്സ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, please write with me, okay? Second, inertia of motion. Inertia of rest and inertia of motion. അപ്പോൾ inertia of rest എന്തായിരിക്കും? Inertia of rest is the tendency of a body to remain in rest or its inability to change the state of rest by itself. Inertia of rest is a tendency of a body to remain in its state of rest. Tendency of a body to remain in rest അല്ലെങ്കിൽ inability of a body to change state of rest. Inability of a body to change its state of rest by itself. Okay, but tendency of a body to remain in the state of rest or inability of a body to change the state of rest by itself. അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ? ഇൻ അവർ ഡെയിലി ലൈഫ്സ്, ഇപ്പം നമ്മൾ ബസ്സിലൊന്നും പോകുന്നില്ല, പക്ഷേ when we are traveling in a bus which is suppose a bus is at a bus stand, okay, you got up to the bus, okay. ഇപ്പോൾ ഈ ബസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ലേ, ഇപ്പോൾ സീറ്റൊന്നും ഇല്ലാതെ നമ്മൾ നിൽക്കുമല്ലോ, ഓക്കെ. നിൽക്കുന്ന സമയത്ത് നമ്മൾ റെസ്റ്റിലാണ് അല്ലേ, റെസ്റ്റാണ്, നമ്മുടെ ബോഡി റെസ്റ്റിംഗ് പൊസിഷനിലാണ്. ബസ്സും റെസ്റ്റിംഗ് പൊസിഷനിലാണ്, ഓക്കെ. ഇനി ബസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബസ് പെട്ടെന്ന് എടുക്കുന്നു, ബസ് സ്റ്റാർട്ട് ചെയ്ത് മൂവിങ് ഫോർവേഡ്. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് മൂവിങ് ഫോർവേഡ് ആകുമ്പോൾ നമ്മളുടെ ബോഡി ബാക്കിലോട്ട് ബെൻഡ് ചെയ്യത്തില്ലേ? our body moves backward അല്ലേ, when the bus moves forward. why? അതെന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി, നമ്മുടെ ഇപ്പോൾ കാല് റെസ്റ്റിംഗ് പൊസിഷനിലാണ്. അപ്പോൾ നമ്മളുടെ ബോഡി മൂവ് ചെയ്യുമ്പം കാല് നമ്മൾ അതിൻ്റെ കൂടെ മൂവ് ചെയ്യും. അതിന് ആ റെസ്റ്റിംഗ് പൊസിഷനിൽ തന്നെ, ഇപ്പോൾ നമ്മുടെ ഹെഡ് ഉണ്ടല്ലോ, ആ ഹെഡിന് റെസ്റ്റിംഗ് പൊസിഷനിൽ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലോട്ട് തന്നെ മൂവ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇരുന്ന പൊസിഷനിലോട്ട് തന്നെ മൂവ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായോ? അതാണ്
ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ടെൻഡൻസി ഓഫ് ദാറ്റ് ബോഡി ടു റിമെയിൻ ഇൻ ദാറ്റ് സ്റ്റേറ്റ്. മനസ്സിലായോ? അതിനാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് വേറെ എക്സാമ്പിൾസ് ഉണ്ട്. സപ്പോസ് ഒരു മാങ്കൊമ്പുണ്ട്, ഇതിനകത്ത് ഒരുപാട് മാങ്ങകളുണ്ട്. അപ്പോൾ നമുക്ക് മരം കുലുക്കുന്നു, നമ്മൾ കുലുക്കി ആ ബ്രാഞ്ച് കുലുക്കിയിട്ട് നമ്മൾ കുറേ മാങ്ങകൾ താഴെ വീഴ്ത്തുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ആ മാങ്ങകൾ താഴെ വീഴുന്നത്? മാങ്ങകൾക്ക് അതേ പൊസിഷനിൽ തന്നെ, റെസ്റ്റിംഗ് പൊസിഷനിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. നമ്മൾ കുലുക്കുമ്പോൾ അത് മൂവ് ചെയ്യും. അപ്പോൾ റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന അത് താഴോട്ട് വീഴും. ഓക്കെ, താഴോട്ടാണ് വീഴുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് വേറെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കാർപ്പറ്റ് എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കാർപ്പറ്റൊക്കെ, ഡേർട്ടി കാർപ്പറ്റ്സൊക്കെ നമ്മൾ നീറ്റാക്കുന്നത് എങ്ങനെയാണ്? സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യും അല്ലേ? വി ബീറ്റ് അപ്പ് ദ കാർപ്പറ്റ് വിത്ത് എ സ്റ്റിക്ക് അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഡേർട്ടി പാർട്ടിക്കിൾസൊക്കെ നമ്മൾ മാറ്റുന്നത്. യെസ്, അപ്പോൾ ഡേർട്ടി പാർട്ടിക്കിൾസ് റെസ്റ്റിംഗ് പൊസിഷനിലാണ്. നമ്മൾ ഒരു മോഷൻ കൊടുക്കുമ്പോഴത്തേക്കും ആ റെസ്റ്റിംഗ് പൊസിഷനിൽ നിന്ന് അവർ താഴോട്ട് വീഴും. അങ്ങനെയാണ് ആ ഡേർട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. എവിടെ നിന്ന്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ് ഇതൊക്കെ. ഇനി വേറെ ഒരു, ഇപ്പോൾ ഈ 3 എക്സാമ്പിൾ ഉണ്ട്. ഇനി വേറൊരു മോഷൻ ഉണ്ട് അല്ല, വേറൊരു ടൈപ്പ് ഓഫ് ഇനേർഷ്യ ഉണ്ട്, ഇനേർഷ്യ ഓഫ് മോഷൻ. വേറൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്. നിങ്ങൾ ക്യാരം ബോർഡ് കളിച്ചിട്ടുണ്ടോ? ക്യാരം ബോർഡ് കളിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ നടുക്ക് കുറേ കട്ടകൾ ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ വെക്കുകയാണെന്ന് വിചാരിച്ചു. സോ ബ്ലാക്ക് കട്ടകൾ മാത്രം ഇങ്ങനെ ഹൈറ്റിൽ വെച്ചേക്കുകയാണ്. നമ്മൾ ക്യാരം ബോർഡിൻ്റെ സ്ട്രൈക്ക് ചെയ്യുമ്പം ഏറ്റവും താഴത്തെ സ്ട്രൈക്കർ മാത്രം സ്ട്രൈക്ക് ചെയ്ത് ഏറ്റവും താഴത്തെ ആ ഒരു കോയിൻ മാത്രമേ മൂവ് ചെയ്യൂ. ബാക്കിയെല്ലാം അതുപോലെ വന്ന് താഴെ വീഴും അല്ലേ? അതുപോലെ വന്ന് താഴെ വീഴും. അതെന്തുകൊണ്ടാണ്? ഇനേർഷ്യയാണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ആ കോയിനിൻ്റെ പാക്കിന് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അതിന് താഴോട്ട് വീഴുന്നത് കേട്ടോ. ഇനി ഇനേർഷ്യ ഓഫ് മോഷൻ എന്താണ്? ഇത് വെച്ചിട്ട് പറഞ്ഞു നോക്കിയേ. ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമെയിൻ ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഇനേർഷ്യ ഓഫ് മോഷൻ is the tendency of a body to remain in state of motion along a straight line. ഇല്ലെങ്കിൽ it is the inability of the body to change its state of motion by itself. Inability of the body to change its state of motion along a straight line by itself. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എഴുതിയെടുക്കണം കേട്ടോ. Inertia of motion is inability of the body to change its state of motion along a straight line by itself. ഇനി നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷന് കുറച്ച് എക്സാമ്പിൾസ് പറയാം. ബസ്സിൻ്റെ കേസ് എടുക്കുക. A bus is moving. You are moving along with the bus. You are standing in a moving bus. Okay. When the bus applies a brake, bus driver applies a brake, what happens? നിങ്ങൾ എങ്ങോട്ടായും? ഫ്രണ്ടിലോട്ടായും അല്ലേ? ബ്രേക്ക് ചവിട്ടുമ്പോൾ ഫ്രണ്ടിലോട്ടായും. വൈ? നമ്മളുടെ ബോഡി മൂവ്മെൻറ്റിലായിക്കൊണ്ടിരിക്കുമ്പം അതിൽ തന്നെ തുടരാനാണ് അതിനിഷ്ടം. അത് മാറാൻ അതിനിഷ്ടമില്ല. അതിൽ തന്നെ തുടരാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ബ്രേക്ക് ചവിട്ടുമ്പം അതിൽ തന്നെ തുടർന്നുകൊണ്ട് കുറച്ച് ദൂരത്തേക്ക് നമ്മൾ ആയുന്നത്, ഫ്രണ്ടിലോട്ടായുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇനേർഷ്യ ഓഫ് മോഷൻ ഒരു എക്സാമ്പിളാണ്. When a moving bus is suddenly stopped, the standing passengers tend to fall forward. മനസ്സിലായോ? ഇനി a running athlete, രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. A running athlete cannot stop himself abruptly at the finishing line in a race. എഴുതിക്കോ. A running athlete cannot stop abruptly at the finishing line in a race. അതായത് നമ്മളൊരു ഓട്ടക്കാരനെ എടുക്കുകയാണ്, ഒരു അത്ലറ്റിനെ എടുക്കുകയാണ്. ഹീസ് റണ്ണിങ്, ഫിനിഷിംഗ് ലൈൻ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നിൽക്കുമോ? ഓടിക്കഴിഞ്ഞാൽ ഉടനെ നിൽക്കത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ ഓടും. ആ ഒരു മോഷൻ കണ്ടിന്യൂ ചെയ്തിട്ടേ സ്ലോ ഡൗൺ ചെയ്ത് നിൽക്കത്തുള്ളൂ.
ഇതുപോലെയാണ് ഓടുന്ന വണ്ടിയിൽ നിന്ന് നമ്മൾ ചാടി ഇറങ്ങിയാൽ, ഇറങ്ങാൻ പാടില്ല, പക്ഷേ ഒരാൾ ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല, കുറച്ച് ദൂരം കൂടെ ഓടും. അത് ഇനേർഷ്യ ഓഫ് മോഷൻ ഉള്ളത് കൊണ്ടാണ്. ആ മോഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ഇരിക്കാനാണ് ആ ബോഡിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ആ ബോഡി കുറച്ചും കൂടെ ദൂരത്തേക്ക് ഓടുന്നത്. നെക്സ്റ്റ്, നമ്മൾ കാറിൽ സീറ്റ് ബെൽറ്റ്സ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്തിനാണത്? ആക്സിഡൻറ്റ്സ് ഒഴിവാക്കാനാണ്. അപ്പം നമ്മൾ എന്താണ് കാറിന് സീറ്റ് ബെൽറ്റ്സ് ഇടാൻ കാരണം എന്താണ്? നമ്മൾ എന്തെങ്കിലോട്ടും ക്രാഷ് ആയാലോ അല്ലെന്നുണ്ടെങ്കിൽ സഡൻലി ബ്രേക്ക് ഇട്ടാലോ ഒക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. വി മൂവ് ഫോർവേഡ്. ചിലപ്പോൾ അത് ഗ്ലാസ്സിൽ തട്ടാം, മനസ്സിലായില്ല, നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവർ ആണെങ്കിൽ നമ്മളുടെ സ്റ്റിയറിങ്ങിലൊക്കെ നമ്മളുടെ ബോഡി ചെന്ന് ഇടിക്കും. അപ്പം അത് വലിയൊരു ഫോഴ്സ് ഇമ്പാക്റ്റ് ആയിരിക്കും. അത് ഒഴിവാക്കാനാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത്. അത് ഇനേർഷ്യ ഓഫ് മോഷൻ കാരണമാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷൻ മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞ, ആക്സിഡൻറ്റ്സ് ദാറ്റ് ഹാപ്പൻ ടു പാസഞ്ചേഴ്സ് ഹൂ ഡു നോട്ട് വെയർ സീറ്റ് ബെൽറ്റ്സ് ആർ മോർ ഫേറ്റൽ. ഫേറ്റൽ എന്ന് പറഞ്ഞാൽ ഡെത്ത്, കോസിങ് ഡെത്ത്. ഇനി നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷൻ്റെയും 3 എക്സാമ്പിൾസ് വീതം പറഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് വി ആർ മൂവിങ് ഓൺ, മാസ് ആൻഡ് ഇനേർഷ്യ. മാസ് ആൻഡ് ഇനേർഷ്യ. സപ്പോസ് യു ആർ ടേക്കിംഗ് 2 barrels. ഓക്കെ, 2 ബാരൽ എടുക്കുന്നു. 2 ബാരലും ഇങ്ങനെ, ഒരു ബാരലിൽ നിറച്ച് ടാറുണ്ട്, ഫിൽഡ് വിത്ത് ടാർ. ഒരു ബാരൽ എം ടി ആണ്. ഓക്കെ, അപ്പോൾ 2 ബാരലും നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഏത് ബാരൽ മൂവ് ചെയ്യാനായിരിക്കും ഡിഫിക്കൾട്ട്? വിച്ച് ബാരൽ ഈസ് ഡിഫിക്കൾട്ട് ടു മൂവ്? ഏതിനാണ് കൂടുതൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്? ദ ബാരൽ വിച്ച് ഹാസ് ടാർ ഇൻ ഇറ്റ്, അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ടാറുള്ള ബാരലിന് മാസ് കൂടുതലാണ്, അല്ലേ? മാസ് കൂടുമ്പോൾ ഇനേർഷ്യ കൂടും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഫോഴ്സ് എടുത്താൽ മാത്രമേ ആ ബാരൽ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ബാരലിൻ്റെ കേസ്. നമ്മളത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ഹാവ് ടു റോൾ എ ഫിൽഡ് ഡ്രം എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇഫ് യു ഹാവ് ടു റോൾ എ ഫിൽഡ് ഡ്രം ഓഫ് ടാർ ദാൻ ആൻ എംപ്റ്റി വൺ, which of the two has greater mass? Drum with the tar has greater mass. Which has greater inertia? Drum with the tar, filled with the tar. ഇനി നമ്മളൊരു ട്രക്ക് എടുക്കുകയാണ്, ഫിൽഡ് വിത്ത് ലോഡ്. ഓക്കെ, ഈ ട്രക്ക് നമ്മൾ സഞ്ചരിക്കുന്ന ട്രക്ക് ഒരു യു ടേണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 90 ഡിഗ്രി ടേണോ ഒക്കെ കേർവ്ഡ് റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഈ ട്രക്ക് വളരെ സ്പീഡിൽ വന്ന് കേർവ് ചെയ്യുന്നത് റിസ്ക് അല്ലേ? അത്രയും ഭാരമുള്ള ട്രക്ക്, അത്രയും മാസ് ക്യാരി ചെയ്യുന്ന ട്രക്ക് വളരെ സ്പീഡിൽ വന്നിട്ട് ടേൺ ചെയ്യുന്നത് റിസ്ക് അല്ലേ? നമ്മളത് ആ സമയത്ത് സ്ലോ ചെയ്തിട്ട് ടേൺ ചെയ്യൂ. അത്രയും സ്പീഡ് കൂടുതൽ ഉള്ള ടേണിങ്ങിൽ സ്പീഡ് കൂടുതൽ എടുക്കില്ല, സ്പീഡ് സ്ലോവർ ചെയ്യും. എന്തിനാണ്? ഇനേർഷ്യ കാരണമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഇമ്പാക്റ്റ് കാരണം തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ടേണിങ്ങിൽ സ്ലോവർ ചെയ്യും ആ സ്പീഡിന്, കേട്ടോ? അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഫോഴ്സ് അങ്ങ് ആക്ട് ചെയ്ത് വണ്ടി തെറിച്ചു പോകും. ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു ടെന്നീസ് ബോൾ. ഇഫ് എ ടെന്നീസ് ബോൾ മാസ് ഇൻക്രീസസ്, inertia increases. When mass increases, inertia also increases. അത് എഴുതണേ. When mass increases, inertia also increases. Okay, if a tennis ballന്റെ മാസ് തന്നിട്ടുണ്ട് 15.5 gram and a cricket ball മാസ് 163 gram. അപ്പം ടെന്നീസ് ബോളിൻ്റെ മാസ് കുറവാണ് ഒബ്വിയസ്ലി. To reach the same distance when hit with a cricket bat, which is to be hit with a greater force? ക്രിക്കറ്റ് ബോളിനാണോ ഇപ്പം നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്, ആ ബൗണ്ടറിയിൽ എത്തിക്കണം ഈ ടെന്നീസ് ബോളും ഈ ക്രിക്കറ്റ് ബോളും. വിച്ച് ബോൾ
should be hitted with greater force? ക്രിക്കറ്റ് ബോളാണോ ടെന്നീസ് ബോളാണോ? മാസ് കൂടുതലുള്ള ക്രിക്കറ്റ് ബോളാണ് കൂടുതൽ ഫോഴ്സ് കൊണ്ട് ഹിറ്റ് ചെയ്യേണ്ടത്. കാരണം അവിടെ ഇനേർഷ്യ, മാസ് കൂടുമ്പോൾ ഇനേർഷ്യ കൂടും. അപ്പം അത്രയും ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് സഞ്ചരിക്കത്തുള്ളൂ, ആ വെലോസിറ്റിയിൽ അത് സഞ്ചരിക്കത്തുള്ളൂ, ആ ഒരു സ്ഥലത്ത് എത്തത്തുള്ളൂ. ഇനി will the change of velocity be same in both cases? വെലോസിറ്റി രണ്ടിനും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. വെലോസിറ്റി ഈസ് ഡിഫറെൻറ്റ് ഫോർ ക്രിക്കറ്റ് ബോൾ ആൻഡ് ടെന്നീസ് ബോൾ ബിക്കോസ് ദെയർ മാസസ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ പല വെലോസിറ്റിയിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അപ്പം മാസും ഇനേർഷ്യയും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. എന്താണ്? when the mass increases, inertia also increases. Now the next topic, momentum. We are going to the next topic, momentum. What is momentum? Please write with me, okay? Momentum. Momentum is the characteristic property of മൂവിങ് ഓബ്ജക്റ്റ്. നമ്മളൊരു മൂവിങ് ഓബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കൊരു മൊമെൻറ്റം കാണും. ഈ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ മാസും ആ ബോഡിയിൽ മൂവ് ചെയ്യാണല്ലോ, ആ ബോഡിയുടെ വെലോസിറ്റിയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, അതാണ് മൊമെൻറ്റം. Momentum is the characteristic property of a moving object. It is the characteristic property of a moving object. മൊമെൻറ്റത്തിന് പി എന്ന് പറയും. പി ഈസ് ഈക്വൽ ടു എം വി. M is mass of the object, V is the velocity of the object. P എന്ന് പറയുന്നത് എന്താണ്? Momentum. P is equal to M into V. Momentum is a vector quantity. യൂണിറ്റ് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അണ്ടർസ്റ്റുഡ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. ഓക്കെ, യൂണിറ്റ് ഓഫ് മൊമെൻറ്റം ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. നൗ നമ്മളൊരു പ്രോബ്ലം ചെയ്യാം. എ കാർ ഓഫ് 1000 kilogram moves with velocity 10 meter per second. A car of 1000 kilogram moves with a velocity of 10 meter per second. On applying brakes, it comes to rest in 5 seconds. അപ്പോൾ നമ്മളൊരു കാറുണ്ട്, 1000 kilogram ആണ് കാറിൻ്റെ മാസ്. വെലോസിറ്റി ഓഫ് ദ കാർ 10 meter per second ആണ്, അതായത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി. ഓക്കെ, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് കംസ് ടു റെസ്റ്റ്. മൂവ് ചെയ്യുന്ന കാർ റെസ്റ്റിൽ വരും. ടൈം എത്രയാണ്? 5 സെക്കൻഡ്. അപ്പം മൊമെൻറ്റം, ഫൈനൽ മൊമെൻറ്റവും ഇനീഷ്യൽ മൊമെൻറ്റവും കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. നമുക്ക് ചെയ്യാം. തന്നിട്ടുള്ളത് എന്താണ്? മാസ് 1000 kilogram. പിന്നെന്താ തന്നിട്ടുള്ളത്? വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി യു എത്ര തന്നിട്ടുള്ളത്? 10 meter per secondലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ എന്താ പറഞ്ഞു? ബ്രേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി, ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 meter per second കേട്ടോ. ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പം ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ടൈമാണ്. 5 സെക്കൻഡ്സിലാണത്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് റെസ്റ്റ് ചെയ്യുന്നത് 5 സെക്കൻഡ്സിലാണ്. ഇനി ഞാൻ മൊമെൻറ്റം കണ്ടുപിടിക്കുക. പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനീഷ്യൽ മൊമെൻറ്റം മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി, അതായത് 1000 ഇൻറ്റു 10,000
മൊമെൻറ്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി പി ഇനീഷ്യൽ ഫൈനൽ കണ്ടുപിടിക്കൂ. ഫൈനൽ എം ഇൻറ്റു വി എന്താണ്? 1000 ഇൻറ്റു 0. ഫൈനൽ മൊമെൻറ്റം ഈസ് 0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ഇനി നമുക്ക് പേജ് നമ്പർ 50 ലുക്ക് അറ്റ് ദ പിക്ചർ ഫിഗർ 3.12. ആ പിക്ചറിൽ നമുക്ക് കാണാം ഒരു ട്രേയിൽ നമ്മൾ 2 ബോൾസ് എടുത്തു. ഒരു ബോൾ ഫിൽഡ്, ഇപ്പം ഐസ്ക്രീം ബോൾ പോലത്തെ ഒരു ബോളാണ്. അത് ഫിൽഡ് വിത്ത് മഡ് ഓർ സാൻഡ്. അനദർ ബോൾ ഈസ് എംറ്റി. എന്നിട്ട് ആ ട്രേയിൽ നമ്മൾ കുറച്ച് സാൻഡ് വിതറിയിട്ടു. ഓക്കെ. ഇനി ഈ 2 ബോൾസും നമ്മളൊരു ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴെ ഇടുകയാണ്. വി ഡ്രോപ്പ് ദ ബോൾസ്. ഓക്കെ. അപ്പം ഏത് ബോളിനാണ് കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നത്? മഡ് ഉള്ള ബോളിനാണ് അല്ലേ? മണ്ണ് നിറച്ച ബോളിനായിരിക്കും താഴെ വീഴുമ്പം, ആ ട്രെയിൽ വീഴുമ്പം കൂടുതൽ ഇമ്പാക്റ്റ് ആ ട്രെയിൽ നമുക്ക് കാണാൻ പറ്റും, മഡുള്ള ബോളിന്. ഈ 2 ബോളിലും ഹൈറ്റ്, ഇപ്പം കൂടുതൽ ഹൈറ്റിൽ നിന്ന് ഇറക്കിയാലോ, നമ്മൾ കൂടുതൽ ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഇമ്പാക്റ്റ് വരും. ഹൈറ്റ് ഇൻക്രീസ് ചെയ്താലും വെലോസിറ്റി ഇൻക്രീസ് ചെയ്താലും ഒക്കെ കൂടുതൽ ഇമ്പാക്റ്റ് വരും. എന്തിന്? ആ ഒരു ഫോഴ്സിന് ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും ആ ട്രെയിൽ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് സ്പീഡും മൊമെൻറ്റവും തമ്മിലുള്ള ഒരു റിലേഷൻ പറഞ്ഞതാണ്. സ്പീഡ് കൂടിയാൽ ആ ഇമ്പാക്റ്റ് കൂടും, മൊമെൻറ്റം കൂടുതലാണ്. സ്പീഡ് കൂടുമ്പം മൊമെൻറ്റം കൂടുതലാണ്. മാസ് കൂടുമ്പം മൊമെൻറ്റം കൂടുതലാണ്. മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് വെലോസിറ്റി. മാസ് കൂടിയാൽ മൊമെൻറ്റം കൂടും, വെലോസിറ്റി കൂടിയാൽ മൊമെൻറ്റം കൂടും. അപ്പോൾ നമ്മളൊരു ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, ലോഡഡ് ലോറി. അതിൻ്റെ പ്രോബ്ലം പേജ് നമ്പർ 50 ലാസ്റ്റ് എഴുതിക്കേ. ഒരു ലോഡഡ് ലോറി ഉണ്ട്, മാസ് 12,000 കിലോഗ്രാം ആണ്. ഇറ്റ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇറ്റ്സ് വെലോസിറ്റി ബിക്കംസ് 10 മീറ്റർ പെർ സെക്കൻഡ് ആഫ്റ്റർ 5 സെക്കൻഡ്സ്. അപ്പം ഈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത് 5 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡായി മാറി. അപ്പം വി എന്ന് പറയുന്നത് എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. 12 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറി. ഫൈൻഡ് വാട്ട് ഈസ് ദ ഇനീഷ്യൽ മൊമെൻറ്റം, വാട്ട് ഈസ് ദ ഫൈനൽ മൊമെൻറ്റം. ഇനീഷ്യൽ മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിക്കും? എം ഇൻറ്റു യു, 12,000 ഇൻറ്റു യു, P1 m into u. $12,000 into 12. 12 12s are 144. 144,000 kilogram meter per second. Next P final. P final 12,000 into V എത്ര? 10. 12,000 into 10. അപ്പം 12ൻ്റെ കൂടെ 4 zeros കൂട്ടുക, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. P final. ഇനി ചേഞ്ച് ഇൻ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം? ചേഞ്ച് ഇൻ മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ ടു ഫൈൻഡ് ഔട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ MV. ഈ ആൻസർ മൈനസ് ഈ ആൻസർ ചെയ്യണം. അപ്പോൾ എന്താ കിട്ടും? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ഡെൽറ്റ P ഈസ് ഈക്വൽ ടു P ഫൈനൽ മൈനസ് P ഇനീഷ്യൽ. മൈനസ് ആൻസർ കിട്ടുന്നത് മൈനസ് 24,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൈനസ് 24,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ കിട്ടുന്നത്. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കണം. ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അറിയണം, അത് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ടൈമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിക്കും? ടെൽ മീ.
rate of change of momentum. mv minus mu, change of momentum, rate of change of momentum t ഡിവൈഡഡ് ബൈ ടി ചെയ്യണം. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ എം വി മൈനസ് എം യു ബൈ ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ -24,000 ആയിരുന്നു അല്ലേ, ബൈ 5. എത്രയാണ് ആൻസർ? -4800, 4800 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നേരത്തെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ടിയും കൂടെ ഉണ്ട്, അതുകൊണ്ട് സെക്കൻഡ് സ്ക്വയർ എഴുതണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ക്ലാസ്. ലെറ്റ്സ് ജോയിൻ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.